നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഞങ്ങളെ എല്ലാവരും നശിപ്പിച്ചാലും തനിക്ക് ശാന്തി ലഭിക്കില്ല. എടോ, ഇത് ഒരു തരം മനോരോഗം. അതിന് ചികിത്സയാണ് വേണ്ടത്, ചികിത്സ. എടോ, 20 വർഷമായി താൻ എന്റെയും പൂജയുടെയും കുടുംബത്തെ വേട്ടയാടുന്നു. എന്നിട്ടിപ്പോ താൻ എന്ത് നേടി? താൻ പ്രിയപ്പെട്ടതെന്ന് പറഞ്ഞു നടക്കുന്ന സഹോദരിയുടെ കൂടെ താൻ പ്രിയപ്പെട്ടതായി കൊണ്ടു നടന്ന സഹോദരിക്ക് പോലും അഭയം കൊടുത്തിരിക്കുന്നത് ഞങ്ങളാ. അതെ, ഞങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ തന്റെ പെങ്ങളെ ഇതിനകം ഫോട്ടോയിൽ ഫ്രെയിം ചെയ്ത് വെക്കായിരുന്നു. താനും തന്റെ അച്ഛനും കൂടി അവർക്ക് പണം കൊണ്ട് വാങ്ങിക്കൊടുത്ത ഒരു ഭർത്താവുണ്ടല്ലോ, അയാൾ അവരെ കൊല്ലുന്നതിന് മുൻപ് അവരെ ചേർത്ത് പിടിച്ച് കൊണ്ടുവന്നത് താൻ ഇല്ലാതാക്കാൻ നടക്കുന്ന നന്ദഗോപന്റെ മകൾ പൂജയാ. അവർക്ക് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടാ അവര് പൂജയുടെ കൂടെ ഇവിടെ വന്നത്. എന്റെ മകളുടെ കണ്ണീര് പോലും വകവെക്കാതെ അവക്കിവിടെ സംരക്ഷണം കൊടുത്തത് എന്റെ കുടുംബമാ. എന്നിട്ടും താൻ എന്നോട് ചെയ്തത് എന്തുവാ? എന്നെ തട്ടിക്കൊണ്ടുപോയി കഴിയാവുന്ന രീതിയിൽ അത്രയും ദ്രോഹിച്ചു. എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ സഹോദരിയെ തട്ടിക്കൊണ്ടുവന്നിട്ട് അവിടെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് കള്ളം പറഞ്ഞ ഞാനത് വിശ്വസിക്കുന്നു കരുതിയോ? നിങ്ങൾ എല്ലാരും ചേർന്ന് എന്നെ പറ്റിക്കാതെ കരുതരുത്. അത് വേണ്ട. എന്റെ സഹോദരി ഒരിക്കലും പെരുവഴിയിലാവില്ല. നിങ്ങൾക്കറിയോ, കോടിക്കണക്കിന് സ്വത്തുക്കളുടെ ഉടമയവൾ. അവൾ അങ്ങ് ചെയ്യില്ല. അവളെ നിങ്ങൾ എല്ലാരും കൂടെ തട്ടിക്കൊണ്ടുവന്നതാ. എന്നെ ആരും തട്ടിക്കൊണ്ടുവന്നതല്ല. ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ വീട്ടിൽ വന്നതാ. വേണ്ട. ഏട്ടൻ എന്താ വേണ്ടേ? എന്നെ ജീവനോട് വേണോ അതോ ജീവൻ ഇല്ലാതെ വേണോ? ഏട്ടാ, എല്ലാത്തിനും ഒരു അതിരുണ്ട്. ഈ ഭ്രാന്ത് കൊണ്ട് ഏട്ടൻ എന്ത് നേടി? ഈ കുടുംബത്തിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഞാൻ വെന്തുരുകുക. കാരണം നിങ്ങൾ ചെയ്ത ഓരോ ദ്രോഹത്തിനും അവരെന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും കരുണയുടെയും അളവ് കൂടുക. ആ ഭാരം എനിക്ക് താങ്ങാൻ പറ്റില്ല. ഇവരുണ്ടല്ലോ, ഇവരെല്ലാരും ചതിയന്മാരാ. എന്റെ മോളെ ഇവരെല്ലാരും ചേർന്ന് ചതിക്കും. ഇവരെല്ലാരും നിന്നെ ഉപയോഗിക്കുക. ആരാരെ ചതിച്ചെന്ന ഏട്ടൻ ഈ പറയുന്നത്? എന്റെ പ്രണയത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചതോ അതോ മുലപ്പാല് പോലും കൊടുക്കാതെ എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അടർത്തി മാറ്റി കൊല്ലാൻ കൊടുത്തതോ? അച്ഛന്റെയും ഏട്ടന്റെയും നിർബന്ധത്തിന് വഴങ്ങി ഒരു നിർഗുണനെ ഭർത്താവായി സ്വീകരിച്ചതോ? ഏതാ ഏട്ട ചതി? നിങ്ങൾക്ക് ഇതിനൊന്നും മറുപടി കാണില്ല. അതിന് പകരം നിങ്ങൾ പറയും, നന്ദനെ കൊല്ലണം, അവന്റെ കുടുംബത്തെ ഇല്ലാതാക്കണം, എല്ലാവരെയും കൊതി തീരെ കൊല്ലണമെന്ന്. തനിക്ക് എന്താ വേണ്ടത്? തന്റെ സഹോദരിയോ? ദാ നിൽക്കുന്നു.
ആ അവള് വരുമെങ്കിൽ താൻ കൊണ്ടുപോയിക്കോ, വളർത്താനാണേലും കൊല്ലാനാണേലും. പക്ഷെ ഒരു കാര്യം, അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ താൻ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയത് ഈ സഹോദരിക്ക് വേണ്ടിയല്ലേ? താൻ ഇത്രയും ദൂരം വന്നത് ഇവരെ കൊണ്ടുപോകാനല്ലേ? അവർ തന്റെ ഒപ്പം വരുന്നുണ്ടെങ്കിൽ ആരും തടയില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു പരിഭവമോ പരാതിയോ ഇല്ല. തനിക്ക് കൊണ്ടുപോവാം. പക്ഷെ അതല്ല, ഇവരുടെ പേരും പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കാനാണെങ്കിൽ താൻ ഇവിടുന്ന് ജീവനോടെ പോവില്ല. ഏട്ടൻ ഒരു മത്സരത്തിനാ വന്നതെങ്കിൽ ഞാൻ എന്റെ മറുപടി പറയാം. എനിക്ക് ഏട്ടന്റെ കൂടെ വരുന്നതിനേക്കാളും ഇഷ്ടം ഇവിടെ നിൽക്കാനാ. സ്നേഹം കൊണ്ടും കടപ്പാട് കൊണ്ടും തൂക്കി നോക്കുമ്പോ ഇവരുടെ പടിയാ താണു നിൽക്കുന്നത്. നീ എന്തായി പറയുന്നേ? ഇവരെല്ലാരും ചേർന്ന് നിന്നെ ഇല്ലാതാക്കും. അവരുടെ ലക്ഷ്യം അതാ. ഏട്ടൻ ഏത് വെഡ്ഡി സ്വർഗത്തിലാ ജീവിക്കുന്നത്? ഞാൻ അന്നേ ഇല്ലാതായി. ഇത് വെറും ഒരു ജീവച്ഛവം മാത്രം. നിങ്ങളുടെയൊക്കെ താളത്തിന് തുള്ളി എന്റെ ജീവൻ തൊളിഞ്ഞൊരു ജീവച്ഛവം. ഇന്നിപ്പോ ഏട്ടൻ സ്നേഹം കൊണ്ട് തുലാഭാരം തൂക്കിയ ഈ അനിയത്തി ഏട്ടനൊപ്പം വരാം. പക്ഷേ ഇവരെന്നെ വിടണം. കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ സ്നേഹമാണോ നിങ്ങളുടെ സ്നേഹമാണോ വലുതെന്നുള്ള ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല. ദേ, പക്ഷെ ഒരു കാര്യം ഓർക്കണം, മനുഷ്യൻ അടിയറവ് പറയുക രണ്ട് കാര്യങ്ങളിലാ. ഒന്നുകിൽ ഭയം കൊണ്ട്, അല്ലെങ്കിൽ നിവർത്തികേട് കൊണ്ട്. രണ്ടായാലും അത് മനസ്സുമടുത്തെടുത്ത തീരുമാനങ്ങളാ. അഞ്ജനാമ്മ അതിന് നിർബന്ധിക്കാതിരുന്ന നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. എടോ ഹേമേന്ദ്ര, തോക്കൊന്ന് സ്വയം വിശ്വസിക്കുന്നവരാരും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. തോൽക്കില്ലെന്ന് വാശി പിടിച്ചവരാരും ഇന്ന് വരെ തോറ്റിട്ടുമില്ല. തന്റെ സാഹചര്യം അനുകൂലമല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. മുഴുഭ്രാന്തമായി കുടുംബത്തിൽ കയറി വന്ന് കുടുംബത്തിലുള്ളവരെ ദ്രോഹിക്കലല്ല സ്നേഹം. ഇനി താൻ ഇവിടെ നിൽക്കണോ പോണോന്ന് താൻ തന്നെ തീരുമാനിക്കും. നിങ്ങൾ എല്ലാരും ചേർന്നു എന്റെ സഹോദരിയെ എന്നിൽ നിന്ന് തട്ടിയെടുത്തുള്ളേ. അഞ്ജന മോളെ, നീ എന്നെ തള്ളി പറഞ്ഞു അല്ലേ? അത് ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോളെ, പുറത്തു പറയുന്ന വാചകങ്ങളെക്കാൾ അകത്തേൽപ്പിക്കുന്ന മുറിവുകളാ ഏറ്റവും വേദനാജനകം. എന്നാലും നീ എന്നോട് ഇത് ചെയ്യല്ല. നിനക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവനാ ഞാൻ. നിന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ എല്ലാം ഉപേക്ഷിച്ചവനാ ഞാൻ. പണം, പദവി, എന്റെ എല്ലാം. എന്നിട്ട് നീ മറ്റെല്ലാവരെയും തോൽപ്പിക്കുന്നതും എന്ത് വില കൊടുത്തും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും വിജയമെന്ന് വിശ്വസിക്കുന്നതാ ഏട്ടന്റെ ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെ വിശ്വസിക്കുമ്പോ സ്വയം സന്തോഷിക്കാം. പക്ഷെ മറ്റാരുടെ ഹൃദയത്തില് സ്ഥാനം ഉണ്ടാവില്ല. അപ്പൊ നിനക്കിനെ വേണ്ടല്ലേ? നീ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോ. പക്ഷേ ഒരാളുടെയും സന്തോഷം അധികകാലം നീട്ടി നിർത്തില്ല ഞാൻ. ഇതെല്ലാം താൽക്കാലികം മാത്രം. അതിനുള്ള വഴികളെല്ലാം ഈ ഏട്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ എന്റെ കൂടെ വന്നാ നിനക്ക് എന്നെ ജീവനോടെ കാണാം.
അല്ലെങ്കിൽ നീ വരണ്ട. അമ്മയ്ക്ക് ഇയാളുടെ കൂടെ പോണെങ്കിൽ പോവാം. അമ്മയുടെ ഏട്ടനെ ധർമ്മസങ്കടത്തിലാക്കണ്ട.